ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിട്ട് സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു അക്വേറിയം ഉണ്ടാക്കണം. അപ്പൊ അക്വേറിയം നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മളെ വീടുകളിലേക്ക് കിടക്കണം സാധാ ചിരട്ട വെച്ചിട്ടാണ്. അപ്പൊ നമ്മളെ ഗപ്പികളും അതേപോലെ തന്നെ ഫൈറ്റർ അങ്ങനെ അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്താൻ പറ്റിയ അക്വേറിയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാണ്. അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയേക്കാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലുകൾ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കാൻ നോക്കിയേക്കാം. നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മളപ്പോൾ ആദ്യം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പി എടുത്തുകൊണ്ടു. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ളത് വേണം. അടുത്തായിട്ട് നമ്മൾ എടുത്തുക്കണമെങ്കിൽ 3 ചിരട്ടയാണ്. അപ്പോൾ ചിരട്ടയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം. അടുത്തായിട്ട് നമ്മൾ അതിനൊരു ചെറിയ ചിരട്ട എടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലെ കൃത്യമായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാർക്കർ വെച്ചിട്ട് ഒരു വട്ടം വരഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, ആ വരഞ്ഞു കൊടുക്കുന്ന ഭാഗം. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ചിരട്ടമ്മ കാണാൻ പറ്റിയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാതും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണത്. അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോളൈഡ് വെച്ചിട്ട് ഇങ്ങനെ സാവധാനം ടൈം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റൗണ്ടിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ വലിയൊരു ചിരട്ട എടുത്ത് പോകണം. അപ്പോൾ അത് അടിയിൽ നമുക്ക് സ്റ്റാൻഡായി വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ചെറിയ ചിരട്ട അതിൻ്റെ മേലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെച്ചിട്ട് അതേപോലെ തന്നെ ഒരു ഹോള് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലപോലെ മിൻസ് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ കത്തി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ചകിരിയൊക്കെ കളഞ്ഞത്. നമ്മൾ ആ കുപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചെറിയ ചിരട്ട എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് തള്ളി കൊടുക്കുക. അപ്പോൾ നേരെ ഇരിക്കും. അതേപോലെ തന്നെ അത് വലിയ ചട്ടിയും കൂടി വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചൂടിക്കയറിനെ എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയുടെ ചകിരിയിൽ നിന്ന് ഉണ്ടാക്കണമല്ലോ ചൂടിക്കയർ. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ കുരുക്ക് ഇട്ടുക്കണം. അത് നമ്മൾ ആ അടപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ചുറ്റി എടുക്കുക. നമ്മൾ യോയൊക്കെ ഇതേപോലെയാണ് ചുറ്റിണത്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഇടയിൽ ഒരു ടൈറ്റ് തരണം, എന്നാലും നമ്മൾ ഈ അക്വേറിയം ശരിക്ക് നിലത്ത് ഇങ്ങനെ നിൽക്കുള്ളൂ. എന്നിട്ട് നമ്മളത് ചുറ്റിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. ലാസ്റ്റ് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്ലസ് ഗ്ലൂ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുക. അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് ആ കുപ്പിയുടെ ലാസ്റ്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ലൈൻ ഉണ്ട്. നമ്മളെ കുപ്പിയുമ്പോൾ തന്നെ സാധാരണ ഉണ്ട്. നമ്മൾ എത്ര ഹൈറ്റിലാണ് നമ്മൾ അക്വേറിയം വേണ്ടത് അത്ര ഇതിൽ അനുസരിച്ചിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഫ്ലക്സും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പച്ച പുല്ലൊക്കെ എടുത്തുക്കണം. അപ്പോൾ അത് നമ്മൾ ആ ചിരട്ടയുടെ 4 ഓറൊക്കെ ഉള്ള ഒരു കുഴിയുണ്ട്. അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാനും കൂടി പിന്നെ അടിപൊളിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണ് അക്വേറിയം ആകുമ്പോൾ ഒരു പച്ച കളറൊക്കെ വേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ 4 പുറം ചുറ്റിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ചെടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ചെടി കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ ഐഡിയകളൊക്കെ ഉണ്ടാകും, അത് വെച്ച് ചെയ്താലും മതി. പിന്നെ ഒരിക്കലും നമ്മൾ ഫ്ലസ് ഗ്ലൂ അതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കരുത്. അപ്പോൾ മീൻ ചത്തുപോകുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അടിപൊളിയാക്കിയിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ മൊത്തം ഒരു ഗ്രീൻ കളറായിട്ട്. ഇപ്പോൾ ഒരു പ്രത്യേക രസം വന്നു ആ പച്ച കളറും കൂടി വന്നപ്പോൾ. പുൾഭാഗമൊക്കെ കണ്ടില്ല ഇതേപോലെയാണ്. ഇപ്പോൾ സൈഡിൽ ആ കയറൊക്കെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ അടിഭാഗം നല്ല ഒരു അടപ്പൊക്കെ കാണാൻ പറ്റും. നമുക്കിതിൻ്റെ ബാക്കി വർക്കൊക്കെ നോക്കി വെക്കാം. നമ്മൾ ചെറിയൊരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇത് അത്ര പവറൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇത് പോരെങ്കിൽ നമുക്ക് വേറെ ലൈറ്റൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ടോർച്ച് എടുത്തിട്ട് നമുക്ക് ആ സ്വിച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലേ ഇതേപോലത്തെ ചെറിയ വെളിച്ചമുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ 3ാമത്തെ ചിരട്ട എടുക്കണം. അപ്പോൾ 3ാമത്തെ ചിരട്ട സെൻട്രലായിട്ട് നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഹോള് കാണും. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ വേണ്ട വായു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ അവിടെ ഹോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുത്തനായിട്ട് നമ്മളെ സ്ട്രൈറ്റ് ആയിട്ട് ആ ടോർച്ച് വെച്ച് കൊടുക്കുക. കറക്റ്റ് ആ വെള്ളത്തിൻ്റെ സെൻറ്ററിൽ തന്നെ വരാനാണ്. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ കോൾഗേറ്റ് എടുത്തുക്കണം. കോൾഗേറ്റ് മറ്റൊന്നും ഞാനല്ല, നമ്മൾ ഇത്രയും വർക്ക് ചെയ്തപ്പോൾ സ്ക്രാച്ചും അതേപോലെ തന്നെ ചളിയൊക്കെ ആ കുപ്പിയുമ്പോൾ വന്നിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് കോൾഗേറ്റ് എടുത്ത് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലൊന്നും ആക്കണില്ല, എന്നെ ഉള്ളിലാക്കി അടക്കം മീനുകൾക്ക് ദോഷകരമാകുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉള്ളിലൊന്നും ആക്കില്ല, പുറത്ത് മാത്രം ഒന്നും ആക്കിയിട്ടുള്ളൂ. മുഴുവനായിട്ട് നമ്മളൊന്ന് കഴുകി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഓയിലോട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യണമെന്ന് എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഒരു ഡാർക്ക് കളർ കിട്ടാനാണ്, ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 3 ചിരട്ടയും ഇതേപോലെ തന്നെ കയറുമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു ഡാർക്ക് കളർ ഇങ്ങനെ ചെറുതായി നമുക്ക് വരുന്നുണ്ട്.
നമ്മൾ സ്റ്റിക്കർ ലൈറ്റ് എടുക്കണം. സ്റ്റിക്കർ ലൈറ്റ് ആ പുല്ലിൻ്റെ അടിയിൽ കൂടെ ഒരു വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടം പോലെ തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക നമ്മളെ ഐഡിയ അനുസരിച്ചിട്ട്. നമുക്ക് സ്റ്റിക്കർ ലൈറ്റ് ഗ്ലൂവും അതേപോലെ തന്നെ പ്ലസ് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എവിടെയിലേക്ക് ഇങ്ങനെ പൊന്തിക്കുണ്ടെങ്കിൽ ഇതേപോലെ ഗ്ലൂ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ സ്വിച്ചും ബാറ്ററിക്ക് ആ ലൈറ്റായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ചിരട്ട അടിയത്തെ ചിരട്ടമ്മ 2 ഹോളുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഹോളിൻ്റെ അവിടെ നമുക്ക് സ്വിച്ച് വെക്കാതെ ചതുരത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഹാക്സോളൈഡ് വെച്ച് ഒന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്വിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഗ്ലൂ വെക്കണം എന്നൊന്നുമില്ല, ശരിക്കും ഫിക്സിങ് ഇരിക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് വയർ ഇതേപോലെ എടുക്കുക. അപ്പോൾ ഇവിടേക്കും സെറ്റ് കഴിഞ്ഞ് നമുക്ക് നേരെ അടിഭാഗത്തേക്ക് വരാം. അപ്പോൾ ഈ അടപ്പിൻ്റെയൊക്കെയും ഭാഗത്താണ് നമ്മൾ ഈ ബാറ്ററി സ്വിച്ചും അതേപോലെ തന്നെ ലൈറ്റൊക്കെ ആയിട്ട് ശരിക്കും പ്ലസും മൈനസൊക്കെ നമുക്കറിയില്ല, അതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാറ്ററി ആ അടപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അടിയിൽ നോക്കി അവിടെ ഒരു അടപ്പുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാതും കൂടിയും ചെറിയ സ്പേസിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ വേറെ എക്സ്ട്രാ നമ്മൾ പുറത്തേക്ക് വേറെ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റാനൊക്കെ പറ്റും. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അക്വാറിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതിൽ മീനുകൾക്ക് വായു ആണെന്നുള്ളത്. നമ്മൾ കൃത്യമായ ഡിസ്റ്റൻസിൽ സോൾഡറായി വെച്ചിട്ട് ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യണത്. ഇതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഒരേ അളവിൽ ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ഉരുളക്കല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ പകരമായിട്ട് നമുക്ക് ചെറിയ കളറുള്ള കല്ലുകളൊക്കെ കിട്ടും അക്വാറിയത്തിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ ചെടിക്കയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി തന്നെ നേരത്തെ പറഞ്ഞ അടിപൊളിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. നമ്മൾ വെള്ളം പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഹോളിൻ്റെ അതേ ലെവലിലേക്കാണ് നമ്മൾ വെള്ളം പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെയും പാർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ലൈറ്റ് വേണോ, ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. ബാക്കി സംഭവങ്ങൾ മീനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗപ്പിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും നല്ലതിൽ കാണാൻ രസം ഫൈറ്ററേക്കാരം. അപ്പോൾ നമ്മൾ അടിപൊളി കളറുള്ള ഗപ്പികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മീനുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കുകയാണ്. പെട്ടെന്ന് നമ്മളൊരു അക്വാറിയത്തിൽ ഓടുന്നിട്ട് അപ്പോൾ എന്താ ഇതൊരു സംഭവം എന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ സംഭവം ആ അക്വാറിയത്തിൽ കൂടെ അങ്ങനെ ഓടി കളിച്ചും കൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോൾ എല്ലാതും അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ചേട്ടയുടെ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായി വെച്ചിട്ടുണ്ട്. ആ കയറൊക്കെ ചുറ്റിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്വിച്ചൊക്കെ ഇട്ട് നോക്കി വെക്കാം. അപ്പോൾ ഉണ്ടല്ലേ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മൾ അക്വാറിയം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ അക്വാറിയം ഇട്ടത്ത് വെച്ചിട്ട് ആ ലൈറ്റൊക്കെ ഇട്ടുള്ള കാഴ്ച നോക്കി നോക്കാം. സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പകൽ വെളിച്ചത്തിനെക്കാട്ടിൽ ഏറ്റവും രസം ഇപ്പോൾ നമ്മൾ വെളിച്ചം ലൈറ്റ് ഇട്ടപ്പോഴാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകും ആ ചെറിയ ബൾബ് എന്നുള്ള വെളിച്ചമാണോ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബൾബൊന്ന് മാറ്റി നമ്മൾ കറുപ്പ് ടോർച്ചില്ല എല്ലാവർക്കും വരെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബൾബ് നമ്മൾ ആ സ്ഥാനത്ത് വെച്ചോട്ടാണ് ലൈറ്റ് ഇങ്ങനെ പരന്ന് കാണുന്നത്. അപ്പോൾ എല്ലാവരും സംഭവം അടിപൊളിയാക്കി ലൈറ്റ് സെറ്റപ്പൊക്കെ വെച്ച് അടിപൊളിയാക്കി ഇത് ഉണ്ടാക്കി നോക്കിയേക്കണം. അപ്പോൾ ഗൈസ് നമ്മളുണ്ടാക്കിയ അക്വാറിയം എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. സംഭവം അടിപൊളിയാണ്. നമ്മൾ എക്സ്ട്രായിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ട കുറച്ച് സംഭവങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാതും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. അതിലേക്കും ബൈ.